ഹായ് ഹലോ എല്ലാവർക്കും കുട്ടി സെറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ ലോണ്ട്രിയിലാണ് ഇന്നത്തെ എൻ്റെ പണി. ഇപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ പേപ്പറും ഡോക്യുമെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കാനിരിക്കും. ആ ദിവസമാണ് ഇന്ന് എൻ്റെ ദിവസം. അപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. നമ്മുടെ നാട്ടിലെ ഭാഷയിലുള്ള പാട്ടൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ട്. ഓഫ് കോഴ്സ് മാനേജർമാർ വന്ന് ചെക്ക് ചെയ്തിട്ട് പോകും, ബട്ട് സ്റ്റിൽ അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കാണുമ്പോൾ ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നുമെങ്കിലും അത്ര റിലാക്സിങ് ആയിട്ടുള്ളൊരു ഷിഫ്റ്റൊന്നല്ല, അത്ര നല്ല ജോലിയൊന്നല്ല ഇത്. നമുക്ക് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിനുള്ള ഡോക്യുമെൻറ്റേഷൻ പേപ്പറിൽ എഴുതി തന്നെ വേണമെന്നില്ല, എന്നാലും പേപ്പർ ഡോക്യുമെൻ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എല്ലാവരും വേർഡ് ബൈ വേർഡ് എന്താ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുന്നില്ല. എല്ലാതും പേപ്പറിലോ ഡോക്യുമെൻ്റിലായിട്ട് കാണിക്കണം. അപ്പോൾ ഒരു കാര്യം പോലും നമ്മൾ വിട്ടുപോകരുത്. എൻ്റെ സൂപ്പർവൈസറുണ്ട്, എൻ്റെ മേലെ ഉള്ള എൻ്റെ മാനേജറുണ്ട്. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ബട്ട് സാറ്റർഡേ സൺഡേ ആളുണ്ടാവില്ല. അപ്പോൾ ആ ദിവസമാണ് ഞാൻ ഈ ഷിഫ്റ്റ് ടേക്ക് ഓവർ ചെയ്യുന്നത്. പേപ്പർ വർക്ക്സും കാര്യങ്ങളും നമുക്ക് ഷിഫ്റ്റ് കോർഡിനേറ്റഡ് അല്ലേ, ഇനി ലീവ് എന്നൊക്കെ ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പേപ്പർ ഡോക്യുമെൻറ്റേഷനിൽ, അതായത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിലേക്കുള്ള വർക്ക് സ്മൂത്തായിട്ട് പോകുന്നില്ലേ എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുവരുത്തലാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലും ഭംഗിയായിട്ട് മൂപ്പര് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഇൻ കേസ് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് മാത്രം അസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് അറ്റൻഡൻസ് ഷീറ്റ് കറക്റ്റാക്കുക, ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക, അതുപോലെ മെഷീൻസിന് എന്തെങ്കിലും റിപ്പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്യുക. ഇനിയിപ്പോൾ വീക്കെൻഡിൽ ഏതെങ്കിലും സ്റ്റോക്ക് തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഫോം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്യും, ശരിയല്ലേ വിട്ടുപോയിട്ടില്ലേ എന്നുള്ളത്. നമ്മളാരും റോബോട്ടല്ലല്ലോ, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ സംഭവിക്കാം, സമയത്തിൻ്റെ കുറവ് മൂലമോ മറ്റു കാര്യങ്ങളുടെ വർക്ക് പ്രഷർ കാരണമൊക്കെയോ നമ്മൾ ചിലത് വിട്ടുപോകും. അപ്പോൾ ഞാനും എൻ്റെ മാനേജറും ഭയങ്കര ടേംസിലായതുകൊണ്ട് പുള്ളി എനിക്കും ഞാൻ പുള്ളിക്കും അങ്ങനെ ഒരു വലിയൊരു ഫ്രീഡം നമ്മുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഈഗോ ബേസ്ഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിലാക്സ് ആയിട്ട് ഈ വർക്കിന് ഇരിക്കുന്നത്. ഇതിനധികം പൈസയൊന്നും കിട്ടുന്നില്ല, മിനിമം വേജ് ആണെങ്കിൽ കൂടെ ഞാൻ എൻജോയ് ചെയ്ത് ടെൻഷൻ അധികം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസാണിത്. ഇങ്ങനെ പേപ്പർ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഏറ്റവും മേലെയുള്ള മാനേജർമാർ തീരുമാനിച്ചത് വീക്കെൻഡിലേക്കും കൂടെ ഒരു സൂപ്പർവൈസറിനെ നമുക്ക് വെക്കുവാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി എന്നുള്ളത്. അപ്പോൾ വീക്കെൻഡിലേക്ക് ഉള്ള സൂപ്പർവൈസർ ഈ അടുത്ത് തന്നെ വരും. പക്ഷേ അതുവരെ ഞാൻ തന്നെയാണ് ഈ പേപ്പർ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതും ചെയ്യുന്നതും ഒക്കെ. കാരണം എനിക്കും അതൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കും കാര്യങ്ങൾ കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ എഴുതി കുത്തിയിരിക്കാനുള്ളത്. അപ്പം എൻ്റെ അപ്പയുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ശീലങ്ങളിൽ ഒന്നാണ് ഈ എഴുത്തും കുത്തും എന്നുള്ളതാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് കൊണ്ടും പിന്നെ ഈ ജോലി അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് കൊണ്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡിൽ ഞാൻ 2 ജോലിയും ചെയ്യുന്നുണ്ട്. ഇത് ഫ്യൂ അവേഴ്സും റെസ്റ്റ് ഓഫ് ദി അവേഴ്സ് എൻ്റെ ആക്ച്വൽ ലോണ്ട്രി അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ മാത്രം പ്രൈവസിയാണ്. ഇത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ഏതൊക്കെ പേപ്പറുകളാണ് എന്നുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എൻ്റെ എഴുത്തും കുത്തും പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മണിക്കൂറത്തേക്കാണ് ഞാൻ ഈ പേപ്പർ വർക്ക് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള 3 മണിക്കൂറാണ് എനിക്കൊരു ദിവസം ഡ്യൂട്ടി. അപ്പോൾ അതിന് ശേഷമുള്ള 2 മണിക്കൂറുകൾ ആക്ച്വലി ഞാൻ ലോണ്ട്രി അസിസ്റ്റൻ്റ് ഒരു ലോണ്ട്രിയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്, ആ ഡ്യൂട്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ മറ്റൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, ലോണ്ട്രി വർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ അവേഴ്സിന് ശരിക്കും എനിക്ക് വേർത്താണ്. ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലും കുറച്ച് റിലാക്സ്ഡ് ആണ്. പിന്നെ പേയ്മെൻറ്റിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ വീക്കെൻഡിൽ എക്സ്ട്രാ അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എന്നുള്ള റോള് ഇനി മറ്റൊരു സൂപ്പർവൈസർ വരും വരെ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ജോലിയിൽ ഞാൻ മറ്റ് അവസരങ്ങളും നോക്കുന്നുണ്ട്. പക്ഷേ നമുക്ക്
പൈസ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എന്താണോ ജോലി കിട്ടുന്നത് ആ ജോലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വർക്കും ഏറ്റെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലോണ്ടറി അസിസ്റ്റൻ്റ് എന്നുള്ള വർക്കും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എന്നുള്ളൊരു ചെറിയ റോളും കൂടെ ഒരുമിച്ച് പോകുന്നത്. ഇത് കുറച്ച് മാസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ബെറ്ററായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മാറിപ്പോവാനാണ് ചാൻസ്. എപ്പോഴും താഴ്ന്ന്, അതായത് ഫ്രം സ്ക്രാച്ച് നമ്മളിങ്ങനെ മേലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു പ്രൗഡ് നമുക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയാണ് ഇതിൻ്റെ പുറകിലുള്ള മറ്റൊരു ഉദ്ദേശം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകും. എനിക്കിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അത് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി പോകുന്നത്. ഇനി മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.